സുഖാണോ? ഓ സുഖാണേ. അണ്ണൻ ആ മുറിയിലുണ്ട്. അണ്ണാ, മാഡം അത് എടോ, ഈ പാവങ്ങൾ വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ടറേറ്റ് വരെ കൈക്കൂലി കൊടുത്തിട്ടാ ഈ ഫയൽ ഇവിടെ എത്തിച്ചത്. ഇനി തനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങിച്ചോ. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കടയിലൊക്കെ വില വിവര പട്ടിക എഴുതി വയ്ക്കുന്ന പോലെ ഒരു ബോർഡ് വയ്ക്ക്. അപ്പൊ കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും സൗകര്യമായിരിക്കും. മാഡം ഞാൻ നോ, വിശദീകരണം വേണ്ട. ഇവരങ്ങ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ കഷ്ടപ്പെട്ടു വന്നത് അമ്പലം കാണാനും മൃഗശാല കാണാനും അല്ല. എടോ, സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത താനൊക്കെ ഒരു IAS കാരനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിസ്സാര കാര്യങ്ങൾക്ക് ഫയലുകൾ കുറയിട്ട് കീഴോട്ട് വിടുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മാഡം ഞാൻ ഇപ്പോൾ തന്നെ ഈ ഫയൽ എടുപ്പിക്കാം. വരൂ. സഖാക്കളെ, ഭൂപരിഷ്കരണ ബില്ലിന് രൂപവും ഭാവവും നൽകി ഈ രാജ്യത്തെ ലക്ഷക്കണക്കിനുള്ള കുടികിടപ്പുകാർക്ക് സ്വന്തം മണ്ണിൽ തന്നെ അന്തി ഉറങ്ങാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുക്കുകയും ഇവിടെയുള്ള കൃഷിഭൂമി കർഷകർ തന്നെ ലഭിക്കാനിട വരുത്തിയ നമ്മുടെ മന്ത്രി, വിപ്ലവ കേരളത്തിന്റെ വീരപുത്രി സഖാവ് ഗൗതമിയെ കുട്ടനാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതിനിധി എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ മന്ത്രി സഖാവ് KR ഗൗതമിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സഖാക്കളെ, നിങ്ങളുടെ MLA സഖാവ് ശിവദാസൻ എന്നെപ്പറ്റി പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് തിരുത്തട്ടെ. ഭൂപരിഷ്കരണ ബിൽ എന്റെ മാത്രമായ ഒരു സൃഷ്ടിയല്ല. നിർദ്ദേശങ്ങൾ നൽകിയ നമ്മുടെ പാർട്ടിയോട് എനിക്കും നിങ്ങൾക്കും കടപ്പാടുണ്ട്. എന്റെ നാട്ടിൽ ചുറ്റുപാടുമുള്ള കർഷക തൊഴിലാളികൾ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തതിന്റെ പേരിൽ ശവം മാന്തി പുറത്തെടുക്കേണ്ടി വരുന്ന ദയനീയ രംഗം. എണ്ണി പിണങ്ങിയാൽ മിനിറ്റുകൾക്കകം തല്ലുകൊണ്ട് ചെറ്റപ്പുര വിട്ട് ഇറങ്ങേണ്ടി വരുന്ന പാവങ്ങളുടെ ദൃശ്യം, പൊട്ടിച്ചിതറിക്കിടക്കുന്ന വീട്ടുപകരണങ്ങൾ, കത്തിക്കരിഞ്ഞു പുകയുന്ന അവരുടെ കുടിലുകൾ, ആ കാഴ്ചകളാണ് ഭൂപരിഷ്കരണ ബില്ലിന് രൂപം നൽകാൻ എന്റെ കൈകൾക്ക് കരുത്തേകിയത്. തുടർന്നും ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ നാട്ടിലെ മുഴുവൻ സഖാക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും നിങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. സുഖല്ലേ മാവ? ആന്നേ, പിന്നെ അടിയനൊരു സങ്കടമുണ്ട്. കാലം എത്രയായാലും ഈ അടിയംവിളി അവസാനിക്കില്ലേ ശിവദാസ? എന്ത് ചെയ്യാം? എന്താണ് അമ്മാവന്റെ സങ്കടം? ഈ തടിപ്പാലത്തിന് ഉറപ്പ് കുറവാണേ.
ആ ഈ ഉറപ്പൊക്കെ മതി മൂപ്പിന്നേ, ഒരു കുഴപ്പവും വരില്ല. ആ വരൂ, നമുക്ക് പോവാം. നിക്ക്. ഇവിടെ ഈ കുറ്റി കുഴിച്ചിട്ടിട്ട് പോയാൽ പിന്നെ ഇതുവഴി ആരും വന്നിട്ടില്ല. ഞങ്ങള് നാട്ടുകാർ കാശ് പിരിച്ചാ ഈ തടിപ്പാലം ഉണ്ടാക്കിയത്. ഈ പാലത്തിന്റെ സ്പെസിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഓഫീസിലുണ്ട്. ഇതിന്റെ വീതി ഒന്ന് അളക്കാമോ? ടേപ്പില്ല മേഡം. ടേപ്പില്ലാതെ അളക്കാൻ പറ്റില്ലേ? അതെങ്ങനെ സാധിക്കും? ഉം. ആ. പിടിക്കടോ. ടേപ്പ് ഉള്ളിടത്ത് ചെല്ലുമ്പോ നമുക്കിത് അളക്കാലോ. ഇതാ വെച്ചോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ കയ്യിലിരിക്കട്ടെ. തന്റെ കയ്യിലിരുന്നാ ഇതവിടെ ചെല്ലുമ്പോ നീളം കൂടും. ഇന്നു മുഴുവൻ ഞാനേകനായ കുന്നിൻ ചേരുവിലിരുന്നു പാടും. ഉച്ചയ്ക്കു പച്ചമരത്തണലിൽ സ്വപ്നവും കണ്ടു കിടന്നുറങ്ങും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം പൊന്നിൽ കുളിച്ചുള്ളതായിരിക്കും. മന്ത്രിമന്ദിരങ്ങളിൽ നിന്ന് രമണന്റെ വരികൾ ഒഴുകുന്ന വിവരം മഞ്ഞപത്രങ്ങൾക്കൊരു വാർത്തയായിരിക്കും. കോളേജ് റൊമാൻസ് മന്ത്രിമാർക്കും കൊള്ളാം. അതെന്താ സഖാവ് അങ്ങനെ? പാർട്ടി സഖാക്കൾ ജിതേന്ദ്രരായിരിക്കണമെന്ന് മാനിഫെസ്റ്റോയിലുണ്ടോ? പ്രേമം, വിവാഹം എന്നിവ ബൂർഷ ചിന്താഗതികളല്ലല്ലോ സഖാവേ. ഒരിക്കലുമല്ല. എങ്കിൽ പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന് പാർട്ടി അനുവദിക്കണം. Marriage is heaven because You use it down. പാർട്ടിയിലെ സമുന്നതരായ രണ്ട് നേതാക്കൾ സഖാവ് ചാക്കോച്ചനും സഖാവ് ഗൗതമിയും വിവാഹിതരായി ഈ സുദിനത്തിൽ അവർക്ക് പാർട്ടിയുടെ നാമത്തിലും എന്റെ മനസാക്ഷിയുടെ നാമത്തിലും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. സഖാവ് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. എടോ, ചാക്കോയും ഗൗതമിയും ശക്തരായ രണ്ട് ഭരണാധികാരികളാണ്. അവർ വിവാഹം മൂലം ഒരച്യുതണ്ടാകും. അതിന്റെ മുന എങ്ങോട്ട് തിരിയുമെന്ന് തനിക്കറിയാവോ? അത് പോറ്റി സാറിന്റെ നേരെയാകും. അത് വരാതെ നോക്കണം. അവരെ തമ്മിൽ അകറ്റാനാണ് ഞാൻ ഉയർന്ന വകുപ്പ് ഗൗതമിക്ക് കൊടുത്തു നോക്കിയത്. പക്ഷെ അവൾ അതിൽ അഹങ്കരിച്ചില്ല. എന്റെ കണക്ക് തെറ്റി. സാരമില്ല, നമുക്ക് തന്ത്രങ്ങൾ കണ്ടെത്താം. പുറത്തിറങ്ങുമ്പോ തുടയ്ക്കാ ഓർപ്പിക്കണം നമ്പ്യാരെ. ഓക്കെ, ഐ വിൽ വാഷ് യു.